2 വർഷം മുമ്പ് KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ സവാദ് എന്ന യുവാവിനെ ജയിലിന് പുറത്ത് സ്വീകരണം നൽകിയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ യാത്രയാക്കിയത്. ഇപ്പോൾ സവാദ് വീണ്ടും ലൈംഗികാതിക്രമത്തിന് പിടിയിലായിരിക്കുകയാണ്. ഈ സംഭവം ബസ്സിൽ വെച്ച് തന്നെ. കോഴിക്കോട് സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതി നൽകിയ പരാതി. യുവതി അന്ന് തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് അറസ്റ്റ്. 2023-ൽ KSRTC ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ്. നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അന്ന് പരാതി ഉയർന്നത്. ഇതിന് പിന്നാലെ ഇയാൾ അറസ്റ്റിലായിരുന്നു. KSRTC ബസ്സിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു അന്ന് ഉയർന്ന പരാതി. അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി 2 യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതുമായിരുന്നു ആരോപണം. ഇതോടെ യുവതി ബഹളം വെക്കുകയും കണ്ടക്ടറെ പരാതി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലൂടെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പങ്കുവച്ചിരുന്നു. യുവതിയുടെ പരാതി വ്യാജമാണെന്നും ജാമ്യത്തിലിറങ്ങുന്ന സവാദിന് സ്വീകരണം നൽകുമെന്നും ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാമ്യം കിട്ടിയ ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ സവാദ് വീണ്ടും ഇതേ കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച് നടിയും മോഡലുമായ മസ്താനി എന്ന വിളിപ്പേരുള്ള നന്ദിത ശങ്കര എത്തിയിരിക്കുകയാണ്. സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റാളുകളുടെ പ്രതികരണം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി നന്ദിത പങ്കുവച്ചു. 2023-ൽ സമാനമായ കേസിൽ സവാദിനെതിരെ നന്ദിത രംഗത്ത് വന്നിരുന്നു. ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വക സ്വീകരണവും മാലയിടലും ഒരുക്കിയ സംഭവം വലിയ വിവാദമായി മാറിയിരുന്നു. നടിക്ക് നേരെ വലിയ വിമർശനങ്ങളും സൈബർ ആക്രമണവും വരെ ഉണ്ടായി. നന്ദിതയുടേത് വ്യാജ പരാതിയാണെന്നും സവാദിനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ഹണി ട്രാപ്പ് ആണെന്നുമായിരുന്നു വിമർശനം. ഒടുവിൽ നീതി, അതും 2 വർഷത്തെ ഇരയാകപ്പെടലിനും സ്വഭാവഹത്യയ്ക്കും ശേഷം നന്ദിത പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും നന്ദിത പരിഹസിക്കുന്നുണ്ട്. കുരങ്ങനെ പൂമാല റെഡിയാക്കി വെക്കൂ എന്നൊരാളുടെ കമന്റിന് മാല താൻ തന്നെ മേടിക്കാം എന്നായിരുന്നു നന്ദിതയുടെ മറുപടി. സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ വീഡിയോയും സ്റ്റോറിയിൽ കാണാം.